ഉപ്പിലിട്ട് നെല്ലിക്ക കണ്ട ആരാ ഒന്ന് എടുത്ത് കഴിക്കാക്കല്ലേ, എന്താ ടേസ്റ്റ്. അപ്പോൾ ഈ ഉപ്പിലിട്ട് നെല്ലിക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്നല്ല കേട്ടോ, നമ്മളെ വീഡിയോയ്ക്ക് ഈ ഉപ്പിലിട്ട നെല്ലിക്ക എങ്ങനെ തിന്നണമല്ല ഇന്നത്തെ വീഡിയോ. ഈ ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോരി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കാം നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലൂടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു നെല്ലിക്കേനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളയാം കേട്ടോ. ഈ ഒരു നെല്ലിക്ക എന്ന് പറയണതേ നമ്മൾ നാളെ ദിവസം നെല്ലിക്കേൻ്റെ ഡ്രിങ്ക് ചെയ്തില്ലേന്നില്ലേ, അന്ന് ഞാൻ കുറച്ച് കൂടുതൽ നെല്ലിക്ക വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഉപ്പിലിട്ട് വെച്ചാട്ടോ. നീ നെല്ലിക്കേനൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടോ. മേശേമിൽ വെച്ച് ചതച്ചിട്ടേ ഞാൻ വിചാരിച്ച രീതിക്ക് അങ്ങോട്ട് ആവണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കല്ലുമ്മിൽ വെച്ചിട്ടാട്ടോ അപ്പം ഇനി ചതക്കണേ. ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ചതക്കാം നമുക്ക്. ഇത് മിക്സിയിലിട്ടാലൊക്കെ മതി, പക്ഷേ എന്നാലും ഇങ്ങനെ ചതയ്ക്കുമ്പോഴല്ലേ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മളെ നെല്ലിക്ക ചതച്ച ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി വേഗം നോക്കാം. നമ്മൾ 5 നെല്ലിക്കല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ളൊരു തേങ്ങ കേട്ടോ ഞാൻ എടുത്ത് വെച്ചത്. കൂടുതൽ നെല്ലിക്ക എടുക്കുന്നതനുസരിച്ച് കൂടുതൽ തേങ്ങ അറിയാലോ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അളവ് പറയാത്തത്. ഞാൻ എടുത്തത് ഒരു മുറിയിൽ നിന്ന് കുറച്ച് ചിരകിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ തേങ്ങയ്ക്ക് ഞാനൊരു പച്ചമുളക് എടുക്കണ്ടേ, എടുത്തിട്ടുള്ളൂ. കുറച്ചൊക്കെ എരിവുള്ള മുളകാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. പച്ചടിക്ക് ആരും ഇങ്ങനെ ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ചേർത്തൊക്കെ ഉണ്ടാക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ടേസ്റ്റ് അറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലും കൂടി ചേർക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് പുതിനയില. കൂടുതൽ ചേർക്കരുത് കേട്ടോ, എത്ര ചേർത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചേർക്കേണ്ടത് അറിയാം, കുറച്ച് തൈര്. അപ്പോൾ ഞാൻ 2 സ്പൂൺ തൈരാണ് ചേർത്തത്. എൻ്റെ തൈര് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് കൊണ്ടുവരണം, നല്ലോണം അരയ്ക്കണം കേട്ടോ. ഞാനിതാ നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചപ്പോഴേ നമ്മളെ നെല്ലിക്ക ഉപ്പിലിട്ട് ചെയ്യുന്ന ആ വെള്ളമല്ലേ, അത് കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചത്. ഞങ്ങൾക്ക് കാണിച്ച് തന്നില്ല എന്നുള്ളൂ, അതുകൊണ്ടാണ് പ്രത്യേകം പറയണേ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോഴും ആ നെല്ലിക്കേൻ്റെ വെള്ളം കുറച്ച് കൂട്ടിയിട്ട് അരക്കണേ. ഇനി നമ്മൾ ചേർക്കണേ പച്ചക്കടുകാണ് കേട്ടോ. ഈ ഒരു സംഭവം ചേർക്കാഞ്ഞാൽ നമ്മളെ പച്ചടി ഇല്ലല്ലോ. പച്ചടിയിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഭവമാണ് കടുക്. അപ്പോൾ ഞാൻ 1 സ്പൂണും പിന്നെ ഇത്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം പോണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കറക്കുക, അതായത് ഈ കടുക് നല്ലോണം അരയരുത്. അതിനാണ് ഞാൻ ആദ്യം തേങ്ങ അരച്ച് കൊണ്ടുവന്നത്. ഇനി ഇതൊന്ന് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ കടുക് ചതച്ചത് കാണണ്ടേ, കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഈ ഒരു നെല്ലിക്ക ഇട്ട് കൊടുക്കട്ടോ. കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കണേ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ, കാരണം എന്താ വെച്ചാൽ നമ്മൾ നെല്ലിക്കയിൽ ഉപ്പുണ്ട്, ആ നെല്ലിക്ക വെള്ളത്തിലും ഉപ്പുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി, നോക്കിയിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കട്ടെ നമുക്ക്. അപ്പം എനിക്കിതിലൊരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ടേ. അപ്പോൾ ഞാനെന്താ ചെയ്യണറിയോ, ആ ബാക്കി വന്ന നെല്ലിക്കത്തെ വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കണേ. കൂടെ ഒരു മുളകും ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ പച്ചടി മുഴുവനായിട്ടില്ല, ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമ്മളെ സ്റ്റവ് റീസെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ചിക്കൻ്റെ വീഡിയോയിൽ കഴിഞ്ഞേന്നു സ്റ്റവിലത്തെ ഗ്യാസൊക്കെ. അമ്മ അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മളെ ഗ്യാസ് സ്റ്റവ് നമുക്ക് പണി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നാളത്തെ ഒരു വീഡിയോയിൽ ഗ്യാസ് തീർന്നിട്ട് പോയി. ഇപ്പോൾ ഞാനത് ഒക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് ഇന്നിപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഓൺ ചെയ്തപ്പോൾ മൊത്തത്തിനുണ്ട് തീ അവിടെ പാളിപ്പോയി. മറ്റേ വല്ല വ്യാളീൻ്റെ വായെന്ന് വരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ തന്നെ അവിടെ വെച്ചു, നേരെ വണ്ടി എടുത്തു, ഗ്യാസ് എടുത്തു, കൊണ്ടുപോയി. ഞങ്ങളവിടെ അരീക്കോട് നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് അരീക്കോട്. അറിയാത്തവർക്ക് പറഞ്ഞു തരാണേ. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ആളടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, 2 ദിവസമായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളിത് പിന്നെ റിപ്പയറൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വാഷർ കേടുവന്നതായിരുന്നു പ്രശ്നം. അപ്പോൾ പുതിയ വാഷറൊക്കെ ഇട്ടു. ഞാൻ ഓൺ ചെയ്യാൻ പോകണം. ദൈവം നിങ്ങൾ കാത്തോളി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പച്ചടി വറവിടാനുള്ള കടുക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇത്തിരി ഉലുവ ചേർക്കണ്ടേ, ഇത്തിരി. ഇനി നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കണേ. ഇനി നമുക്ക് നേരെ നമ്മളെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. എന്താ ഭംഗിയില്ലേ പച്ചടി കാണാൻ. അങ്ങനെ നമ്മളെ നെല്ലിക്ക പച്ചടി ഇതാ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണേ.
അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇല എടുത്തിട്ടുണ്ട് ഞാൻ. പച്ചടിയൊന്നും വയറ് നിറച്ചൊന്നും കഴിക്കൂലല്ലോ അല്ലേ, എല്ലാവരും ഇത്തിരിയൊക്കെ അല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ നെല്ലിക്ക പച്ചടി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാണ്. നമ്മൾ സദ്യയിലൊക്കെ ഇങ്ങനെ ഒരു തുഞ്ചത്തിരി ഇത്തിരി ഇങ്ങനെ വിളമ്പി തന്നെ ഒരു സംഭവമാണ് കേട്ടത്. ഇതല്ല കേട്ടോ, നെല്ലിക്ക പച്ചടി ഒന്നും സാധാരണ സദ്യയിൽ ഉണ്ടാക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ് നെല്ലിക്ക പച്ചടി. ഞാൻ പറഞ്ഞല്ലോ, ആ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലുള്ള ചേരുവകളൊക്കെ ഒന്നും കൂടി ആകുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണമാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇതേപോലെ ഒരു കുറച്ച് നെല്ലിക്ക വാങ്ങുക, ഉപ്പിലിടുക, വേഗം ഉണ്ടാക്കുക, കഴിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.